എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 27 ശ്ലോകം 19, 20, 21, 22, 23, 24 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. സുരഭി കാമധേനു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കണം. പിന്നീട് തന്റെ പാൽ കൊണ്ട് ഗോവിന്ദനായിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യണം. ക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഗംഗണപതയേ നമഃ സരസ്വത്യൈ നമഃ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. സുരഭി ഉവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാ വയം അച്യുത. ലോകത്തിന്റെ ഉപാദാന കാരണമായിരിക്കുന്ന വിശ്വാത്മാവായുള്ളവന് ലോകത്തെ സൃഷ്ടിക്കാൻ നിമിത്ത കാരണമായി ഭവിച്ച വിശ്വസംഭവ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വരൂപാനന്ദത്തിൽ നിന്ന് ഇളകാതെയിരിക്കുന്ന ഹേ അച്യുത, ഹേ സദാനന്ദ സ്വരൂപനായ കൃഷ്ണ, ലോകനാഥനായ നിന്തിരുവടി ഞങ്ങളെ ലോകത്തിൽ കാണപ്പെടുന്ന പശുവർഗം മുഴുവനും കാമധേനുവിന്റെ സന്താനങ്ങളാകയാൽ ഗോകുലത്തിലുള്ള ഗോക്കളെ ഇന്ദ്രൻ ഹനിക്കാൻ ഭാവിച്ചതിൽ ആ കാമധേനുവിന് വളരെ വ്യസനുണ്ടായി. ആ ആപത്തിൽ നിന്നും തന്റെ സന്താനങ്ങളെ രക്ഷിച്ചതുകൊണ്ടാണ് കാമധേനുവിന് വളരെ പരമ സന്തോഷം അത് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്തി ഇന്ദ്രൻ ഞങ്ങളെ സംഹരിക്കാൻ ഭാവിച്ചു. ഭഗവാനെ, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. ലോകത്തിന്റെ നാഥൻ നിന്തിരുവടിയാകയാൽ ഇത് യുക്തം തന്നെയാണ് എന്നത് കാമധേനു ഭഗവാനോട് പറയുന്നു. ഇന്ദ്രന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് കാമധേനു ഇത് പറയണത്. ത്വം ന പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗൽപതേ ഭവായ ഭവഗോ വിപ്രദേവാനാം ഏച സാധവ. സകല ലോകത്തെയും യഥാക്രമം പരിപാലിക്കുന്ന ഹേ ജഗൽപതേ നിന്തിരുവടി ഞങ്ങളുടെ സർവോത്കൃഷ്ടനായ ദൈവമാകുന്നു. അതുകൊണ്ട് നിന്തിരുവടി തന്നെ സാധുക്കളുടെയും പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും അഭ്യുദയത്തെ വരുത്തുന്ന ഇന്ദ്രനായിട്ട് ഭവിക്കണം. അവിടുന്ന് ഞങ്ങളുടെ ഇന്ദ്രനാണെന്ന് പറയണം സുരഭി ദേവി. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർഭാരാപനുത്തയേ. സകല പ്രാണികളുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുന്ന ഹേ വിശ്വാത്മാവായുള്ളവന്, ഇന്ദ്രപട്ടത്തെ നൽകിയ ബ്രഹ്മാവിന്റെ കൽപ്പന പ്രകാരം ഞങ്ങള് അങ്ങയെ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇന്ദ്രനായിരിക്കേണ്ടത് ദേവനല്ലേ? മർത്യനായ ഞാൻ എങ്ങനെ ഇന്ദ്രനായിരിക്കുന്നു എന്ന് അവിടുന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിന്തിരുവടി ഭഗവാനെ, അവിടുന്ന് മനുഷ്യനല്ല. ഭൂമിയിലുള്ള സജ്ജനങ്ങളെയും ഗോബ്രാഹ്മണാദികളെയും ഉപദ്രവിക്കുന്ന ദുർജനങ്ങളാകുന്ന ഭൂമിഭാരത്തെ തീർക്കാനായിട്ട് അവതരിച്ച ദേവദേവനാണ് അവിടുന്ന് എന്ന് ഞങ്ങൾ അറിയണു എന്ന് പറയണു സുരഭി ദേവി. ദേവേന്ദ്രനെയും പിന്നെയുള്ള ബാക്കിയുള്ള ദേവന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാ ഞങ്ങള് എന്ന ബഹുവചനം പ്രയോഗിച്ചത് അല്ലെ സുരഭി ദേവി. ഞങ്ങളെ സംഹരിക്കാൻ ശ്രമിച്ച ഈ പുരന്ദരൻ ഇനിമേൽ ഞങ്ങൾക്ക് ഇന്ദ്രനല്ല. ഇന്നു മുതൽ ഞങ്ങൾക്ക് ഇന്ദ്രൻ അവിടുന്ന് തന്നെ. അതാണ് സുരഭി ദേവി പറഞ്ഞതിന്റെ സാരം. ശ്രീശുക ഉവാച ഏവം കൃഷ്ണം ഉപാമന്ത്ര്യ സുരഭി പയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോധൃതൈഃ ഇന്ദ്രസുരർഷിഭിः സാകം നോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ച ദദാശാർഹം ഗോവിന്ദ ഇതി ചാപ്യതാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.
ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, കാമധേനു ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം തന്റെ പാൽ കൊണ്ട് ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. അതിഥി മുതലായിട്ടുള്ള ദേവമാതാക്കള് പറഞ്ഞു ദേവേന്ദ്രനോട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞപ്പോ ഇന്ദ്രനും ദേവർഷികളോടുകൂടി ചേർന്ന് ഐരാവതത്തിന്റെ തുമ്പിക്കൈ കൊണ്ട് എടുക്കപ്പെട്ട ഗംഗാജലം കൊണ്ട് ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. സുരഭി തന്റെ പാലുകൊണ്ട് ആ അകിട്ട് നിറഞ്ഞിരിക്കുന്ന ആ ദിവ്യമായ പാല് കൊണ്ട് ഭഗവാനെ ഇങ്ങനെ ഭഗവാന്റെ ആ ശിരസിലേക്ക് ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നു. ഭഗവാന് സന്തോഷമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ ആ ഗംഗാജലം കൊണ്ട് ഐരാവതം ഗംഗാജലം തുമ്പിക്കൈയിലെടുത്തു. അതുകൊണ്ട് ദേവേന്ദ്രൻ അഭിഷേകം ചെയ്തു ഭഗവാനെ. ഗോക്കളെയും ഗോകുലത്തെയും സർവഥാ പരിപാലിക്കുന്നവൻ എന്നർത്ഥമായ ഗോവിന്ദൻ എന്ന പേര് വിളിച്ചിട്ടാണ് അഭിഷേകം. ഗോവിന്ദ 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 ഗോവിന്ദ. ആ ഗോവിന്ദ ശബ്ദം അവിടെ മുഴുവനും ഇങ്ങനെ മുഴങ്ങി. കാട് മുഴുവനും, കാട്ടിലെ മരങ്ങളും കൂടി ഗോവിന്ദ 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 എന്ന് അങ്ങനെ ഉച്ചരിച്ചു എന്നാ പറയണത്. അഹമിന്ദ്രോ ഹി ദേവാനാം ത്വം ഗവാമിന്ദ്രഗതാം ഗത ഗോവിന്ദ ഇതി ലോകേ ത്വാം ഗാസ്യന്തി ഭുവി മാനവാഃ. ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാകുന്നു, അങ്ങ് ഗോക്കളുടെ ഇന്ദ്രനായും ഭവിച്ചിരിക്കുന്നു. അതിനാൽ ഭൂലോകത്തിലുള്ള മനുഷ്യർ അങ്ങയെ ഗോകുല പരിപാലകൻ എന്ന അർത്ഥമായ ഗോവിന്ദൻ എന്ന് കീർത്തിക്കുന്നു. അതായത് ഇവിടെ ഗോകുലം എന്ന് പറയുന്നത് സമസ്ത ജീവജാലത്തെ ഉദ്ദേശിച്ച് എല്ലാവരും ഭഗവാനെ സ്തുതിച്ച് നർത്തനം ചെയ്യണു. എല്ലാവരും ഭഗവാനെ ഇത് ഗോവിന്ദാഭിഷേകം ചെയ്യുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും വാദ്യങ്ങൾ മുഴക്കണു, നൃത്തം ചെയ്യണു, പുഷ്പവൃഷ്ടി ചെയ്യണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ.